ഇത് വെണ്ടയും ക്യാരറ്റും കൂടിയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെന്താണ് പറയുക, തോരൻ, മെഴുക്കുവരട്ടി, അങ്ങനെ എന്താണെങ്കിലും ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ നമ്മളേതായാലും ഉപ്പേരി എന്നറിയാം. അങ്ങനെ ഫസ്റ്റായിട്ട് ഇതിനുണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഉണ്ടാക്കി നോക്കാം. ശരിക്കും ഇത് ഉണ്ടാക്കാനുള്ള കാരണം കുറച്ച് വെണ്ടയായിരുന്നുള്ളൂ, കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ അതിന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വലിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു ഉള്ളിയുടെ പകുതി അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം വാടി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 6-7 വെണ്ട ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു വെണ്ടൻ്റെ ഒരു അതിനൊരു നെയ്യ് പോലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതൊക്കെ ഒന്ന് പോയി കുറച്ചൊരു ആറിയ പരിവമായി ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു വേവാനുള്ള ഒരു സമയമായി എന്ന് പറയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച് ക്യാരറ്റും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വലിയുന്നതൊക്കെ കണ്ടോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം, എങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ ഭയങ്കര വലിവായിരിക്കും. അപ്പോൾ ഈ ഒരു വലിയുന്ന ആ ഒരു നൂല് പോലത്തെ ഒരു ഇതൊക്കെ കണ്ടില്ലേ, ആ ഒരു നന്നായിട്ട് അത് പോകണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുപ്പിലാണല്ലോ, ഇതും വെച്ച് പോയാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതൊരു 2 കഷ്ണം ക്യാരറ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച വെണ്ടൻ്റെ ഈ മിക്സിയിലേക്ക് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും എത്തുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി എത്തണമല്ലോ. അപ്പോൾ ഇതിൽ തീരെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിക്കാതെ തന്നെ വെണ്ട പകുതിയോളം വെണ്ടല്ലോ, ഇനിയിപ്പോൾ ക്യാരറ്റും കൂടി കുറച്ചൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കുറച്ച് സമയം കുറച്ച് വെച്ചൊന്ന് ഇത് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്ക് ഏകദേശം നല്ലോണം ഒന്ന് വാടി സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കുഴഞ്ഞനെയോ ഒക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.